പടം നല്ല തമാശ എന്റർടൈൻ നല്ലതായിട്ട് ഓടുന്നുണ്ട്. പടം നല്ലതായിട്ട് കാണാനായിട്ടൊരു നല്ല ഇതുണ്ട്. പിന്നെ കോമഡിയാണ് കൂടുതലും കോമഡിയാണ് ഇതിലോട്ട് പോകുന്നത്. എല്ലാം കോമഡി സീനുകളും അതും ഒരു ത്രില്ലർ, ലാസ്റ്റിൽ ഒരു ത്രില്ലറും കൊണ്ടുവന്ന് മൂവി നല്ലതാക്കി. നല്ല ഈ ഓണത്തിന് കാണാൻ പറ്റിയ ബെസ്റ്റ് പടമാണ്. നല്ല പടം എന്ന് വെച്ചാൽ കുടുംബ സമാധാനമായിട്ട് വന്നിരുന്ന് കാണാനും നല്ല ഒരു എന്റർടൈൻമെന്റ് പടത്തിനകത്ത് നല്ലതായിരിക്കും. ചെറിയ സിനിമയുടെ വലിയ വിജയമാണെന്ന് പറയാൻ പറ്റും. കാരണം ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാണ്ട് മാക്സിമം ഒരു ചുരുങ്ങിയ ഒരു സിറ്റുവേഷനിൽ അവർ ആ സിനിമ ചെയ്ത് പൂർത്തിയാക്കി. നല്ലൊരു എന്റർടൈൻമെന്റ് ആണ്. കണ്ടിരിക്കാൻ പറ്റുന്ന പ്രേക്ഷകർക്ക് ഫാമിലിയോട് കൂടി കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു എന്റർടൈനറാണ്. ഒരുപാട് അട്ടഹാസങ്ങളും ഒരുപാട് ഫൈറ്റോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ കൂടിയും 1.25 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിനകത്ത് നമുക്ക് ബോറടി ഇല്ലാതെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു കുഞ്ഞു സിനിമയുടെ വലിയ വിജയം അതാണ്. ചെറിയൊരു സിനിമയാണ്, നല്ലൊരു സിനിമയാണ്, കുഴപ്പമില്ലാത്തൊരു പരിപാടിയാണ്. എക്സ്പെരിമെന്റ് ആയിട്ട് അവർ ചെയ്തൊരു സിനിമയായിട്ട് തോന്നി. പിന്നെ അനിയൻ അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത്. പുതിയ ഒരു ഫസ്റ്റ് പടമായതുകൊണ്ട് അതിൻ്റെതായ ചെറിയ കുറവുകളുണ്ടാവും. ഇനി അടുത്ത പടത്തിലൂടെ അടിപൊളിയാവട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഈ ഓണസമയത്ത് ഒരുപാട് വലിയ വൻകിട പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ചെറിയ പടമാണെന്ന് പറയാം. ഈ പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കോമഡി സബ്ജക്റ്റാണ്. അതിനകത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം കോമഡി ആർട്ടിസ്റ്റിനെ പറ്റിയ ആളുകളെയൊക്കെ സെലക്ട് ആയിട്ട് കാസ്റ്റിംഗ് എല്ലാം കൊള്ളാം. പിന്നെ എനിക്ക് കുറച്ച് ഫീൽ ചെയ്ത് റാംജി റാവും നഗരംഗത്ത് റാപ്പാർക്കാം ആ പടത്തിലേക്ക് കുറച്ച് ഇത് വരുന്നുണ്ട്. എന്നാലും കുറച്ച് ഒന്നും ആലോചിക്കാതെ നമുക്ക് കണ്ടിരിക്കാം. അബു സലീമിന്റെ ഒക്കെ നല്ല പെർഫോമൻസ് ആണ്. കുറെ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കുറെ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഒരു വൺ ടൈം വാച്ചബിൾ ഒരു കോമഡി ത്രില്ലർ. നന്നായി എന്താ പറയണ്ടത്, ആദ്യം മുതൽ അവസാനം വരെ കോമഡിയും ത്രില്ലിങ്ങും. സെക്കൻഡ് ഹാഫ് വളരെ ഗംഭീരമായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. നല്ല മൂവിയാണ്, എല്ലാവരും കാണണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ചെറിയൊരു പടമാണ്, പക്ഷേ എന്നിരുന്നാലും എല്ലാ ചേരുവകളും ഉണ്ട്. വളരെ നന്നായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് എന്താ പറയേണ്ടത്, അതിൽ നായകവേഷം ചെയ്ത ഋഷിനും ഒക്കെ നന്നായിട്ടുണ്ട്. ആ ഗ്യാങ്ങും എല്ലാവരും ഓരോ ക്യാരക്ടറും നന്നായി വന്നിട്ടുണ്ട്. എല്ലാവരും ഈ സിനിമ കാണുക, വിജയിപ്പിക്കുക. അതെ, ടൈറ്റിൽ കഥാപാത്രമാണ്. അത് ശരിക്കും വിജയിച്ചു എന്ന് തന്നെ പറയാം. വളരെ നന്നായി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു, അതിന് സന്തോഷമുണ്ട്. അത് നന്നായി തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുക, സിനിമ കണ്ടിട്ട് തീരുമാനിക്കുക. ഏറ്റവും നല്ല സിനിമയാണ്, അത് കാണാതെ മിസ്സാക്കരുത്. തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹായ്, എൻ്റെ പേര് പാർവതി രാജൻ ശങ്കരാടി. ഞാനിപ്പോൾ ഒരു എമേർജിംഗ് ആക്ട്രസ് ആണ്. ഈ മൂവിയിൽ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പില് ട്രീസ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്ററിന്റെ മകളായിട്ടാണ് ചെയ്തത്. അതിപ്പോ വളരെ യാദൃശ്ചികമായിട്ട് വന്നൊരു റോളാണ്. അതിന് ഇതിന്റെ റൈറ്റർ ആയിട്ടുള്ള ബാലഗോപാൽ സാറാണ് ഇതിലേക്ക് കാസ്റ്റ് ചെയ്തത്. അപ്പോ പെട്ടെന്ന് എന്താ പറയാ, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര സന്തോഷം. മൂവിയിൽ ഇപ്പൊ നമ്മള് ഇതിന്റെ ഒരു ഔട്ട് കാണുമ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് മൂവി. അപ്പൊ എല്ലാരും തിയേറ്ററിൽ നിന്ന് കാണാൻ ശ്രമിക്കണം. താങ്ക് യു. സോറി, അതെ, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ആള്. കൂടെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോ നല്ലതാണെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യും അപ്പൊ തന്നെ. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് കൂടും. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ലല്ല, ആദ്യത്തെ മൂവിയല്ല. ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ഞാൻ പാപം ചെയ്യാത്തൊരു കല്ലറേട്ടെ എന്ന് പറഞ്ഞ മൂവിയില് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാപ്പനിലുണ്ടായിരുന്നു. പിന്നെ കട്ടിസ് ഗ്യാങ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ഇറങ്ങാൻ പോകുന്നത് ധ്യാൻ ശ്രീനിവാസൻ ചേട്ടന്റെ പേരായിട്ടൊരു മൂവിയിൽ ചെയ്തിട്ടുണ്ട്. D150 എന്നാണ് ഇപ്പൊ പേരിട്ടിരിക്കുന്നത്. ദിലീപേട്ടന്റെ മൂവിയാണ്. 150ാമത്തെ പടമാണ് ദിലീപേട്ടൻ. അപ്പൊ അതില് ധ്യാൻ ചേട്ടന്റെ പേരായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോണി സേവിയർ എന്ന് പറഞ്ഞൊരു മൂവിയില് അതില് ഹീറോയിനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഇനിയിപ്പോ റിലീസ് ആവാനുള്ള മൂവി. പിന്നെ അഞ്ചക്കള്ള കോക്കാനിലുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മൂവീസ് ചെയ്തിട്ടുണ്ട്. ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് കണ്ടോ? കാണണം. ഉഗ്രൻ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല മേക്കിങ്ങും സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ കഥകളും അതിൻ്റെ ക്ലൈമാക്സും. പിന്നെ എൻ്റെ പാർട്ട് എങ്ങനെയുണ്ട് എന്ന് ഞാനല്ല വിലയിരുത്തേണ്ടത്, നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇത് കാണുക. ഒരു 2 മണിക്കൂർ തീർച്ചയായിട്ടും വളരെ എൻ്റർടൈൻമെൻറ്റോടുകൂടി. ഷാജി കൈലാസ് സാറിൻ്റെ മകനാണ് ഹീറോ ആയിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അബു സലീം ചേട്ടനും ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. വളരെ രസകരമായ ഒരു സിനിമ. സത്യസന്ധമായ റിവ്യൂ ആണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സന്തോഷത്തോടെ ഓണം ആഘോഷിക്കാൻ പറ്റുന്ന ഒരു നല്ല കുഞ്ഞ് സിനിമ. സ്ക്രിപ്റ്റിനെ തന്നെ ഞാൻ എടുത്തു പറയും. പ്രത്യേകിച്ച് എൻ്റെ മേക്കിംഗ്
ഷെബി ചൗക്കട്ട് എന്ന് പറയുന്ന നല്ലൊരു ക്രാഫ്റ്റ്സ്മാൻ ഡയറക്ടർ. അദ്ദേഹം ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പുകളും സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. അതാ കഴിഞ്ഞ ദിവസം റിവ്യൂവിൽ ഞാൻ പറഞ്ഞത്. സോ ഞാൻ വളരെ ഹാപ്പിയാണ്. ഗ്യാങ്സ്റ്റർ സുകുമാരക്കുറുപ്പ് തീർച്ചയായിട്ടും ഒരു 25 ദിവസം നന്നായി തന്നെ ഓടുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെയൊക്കെ സഹായവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഞാനും ഒരു ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് അഭിപ്രായം പറയുക, സത്യസന്ധമായ റിവ്യൂ ചെയ്യുക. ഹാപ്പി ഓണം എല്ലാവർക്കും. ഐ ലവ് യു ഓൾ. വേറെ എന്താ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. ഒരുപാട് ചിത്രങ്ങൾ ഒരുമിച്ച് റിലീസ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഇല്ല. ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ഇപ്പം 6 പടമോ 7 പടമോ കണ്ട് റിലീസായിട്ടുണ്ട്. ഇപ്പം മുൻനിര നടന്മാരുടെ കുറച്ച് പടങ്ങളുണ്ട്. ദെൻ അത് താഴോട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ പടമുണ്ട്. അപ്പം ഇന്നത്തെ ജനം, ഇന്നത്തെ പ്രേക്ഷകർ എല്ലാം സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ അവർ ഒരു പടി പുതിയ തലമുറയെയും താഴെ നിൽക്കുന്നവരെ ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മനസ്സ് പുതിയ പ്രേക്ഷകർ, പുതിയ യുവതലമുറ, പുതിയ ഒരു കൂട്ടായ്മ ശ്രമിക്കുന്നു എന്നാണ് എനിക്കിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ഇറങ്ങിയ ചില പടങ്ങൾ, പ്രത്യേകിച്ച് വാഴ പോലെയുള്ള സിനിമകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും താഴെത്തട്ടിലുള്ള പുതിയ കലാകാരന്മാർ ഞങ്ങളെപ്പോലെയുള്ളവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരാൻ മനസ്സ് കാണിക്കുന്ന നല്ലൊരു പ്രേക്ഷകർ നമുക്കുണ്ടെന്ന് പുതിയ ഒരു അവസ്ഥയിൽ അത് തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ആർക്കും വെല്ലുവിളിയല്ല. ഓരോന്നും വ്യത്യസ്തമായ മേക്കിംഗ് ആണ്. അപ്പോൾ ഇത് അതിൻ്റെ രീതിയിലുള്ള വ്യത്യസ്തമായ ഒരു മേക്കിംഗ് ആണ് ഗ്യാങ്സ്റ്റർ സുകുമാരക്കുറുപ്പ്. പ്രത്യേകിച്ച് ആ ടൈറ്റിൽ തന്നെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അതുകൊണ്ട് ഇതൊരു ഒരു ഫാമിലിയായി വന്നിരുന്ന് കാണാനുള്ള ഒരു കോമഡി പ്ലസ് ഒരു നല്ല മെസ്സേജ്, നല്ല എന്റർടൈൻമെന്റ് ഉള്ള സസ്പെൻസ് കിടിലമായിട്ടുണ്ട്. ആ ട്വിസ്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് ഗ്യാങ്സ്റ്റർ സുകുമാരക്കുറുപ്പിൽ. ഞാൻ ചെയ്തിരിക്കുന്ന വേഷം കണ്ടിട്ട് പ്രേക്ഷകരായ നിങ്ങൾ തന്നെ വിലയിരുത്തണം. ഞങ്ങളെപ്പോലെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ബിഗ് ബോസിലെ പോലെ എനിക്ക് സിനിമ ഇൻഡസ്ട്രിയിലും നമ്മുടെ ശക്തി. അതുകൊണ്ട് നിങ്ങളുടെ പ്രോത്സാഹനത്തിനായി കാത്തിരിക്കും. എന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് സൂപ്പർ ജിംനി എന്ന് പറയുന്ന മീനൂട്ടി നായികയായിട്ടുള്ള സിനിമയുണ്ട്. അതിനകത്ത് ഞാൻ ത്രൂ ഔട്ട് ഒരു നല്ല വേഷം ചെയ്തിട്ടുണ്ട്. അതുപോലെ സുരേഷ് തിരുവല്ല ഡയറക്ട് ചെയ്തിരിക്കുന്ന കെട്ടുകാഴ്ച എന്ന് പറഞ്ഞ സിനിമ സെൻട്രൽ ക്യാരക്ടറാണ്. അത് വരുന്നുണ്ട്. ലാൻഡ് ഓഫ് സോളമൻ ഇറങ്ങിയിട്ടുണ്ട്. അത് പക്ഷേ അക്കാഡമിക് മൂവിയാണ്. അപ്പോൾ ഇപ്പം ഓണം റിലീസായിട്ട് ഇപ്പോൾ തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് ഗ്യാങ്സ്റ്റർ സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന ഈ സിനിമയാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്.